തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷത്തിലെ വിവിധ സംഭവങ്ങളിൽ നമുക്കേറെ കൗതുകവും താല്പര്യവും തോന്നുന്ന ഒരു എപ്പിസോഡാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവം. നിങ്ങൾക്ക് ആ കഥ അറിയാം, സംഭവം അറിയാം. 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി. പോകരുതെന്ന് കർത്താവ് പറഞ്ഞതാണ്. അനുസരണക്കേടിൻ്റെ പോക്കാണ്. കർത്താവ് കൂടെ നടക്കുന്നു. അവർക്ക് മനസ്സിലായില്ല. സത്രത്തിൽ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോഴും മനസ്സിലായിട്ടില്ല. 3 പേരും കൂടെ വട്ടത്തിലിരിക്കുന്നു. ആ നേരത്ത് അവൻ അപ്പം എടുത്ത് വാഴ്ത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് അപ്പം മുറിക്കുന്നു. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അടുത്ത വാക്യം, അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത വാക്യം, ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഈ 3 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ 3 വാക്യങ്ങളിലേക്ക്. അപ്പം മുറിച്ചപ്പോൾ അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അവരുടെ കണ്ണുകൾ തുറന്നു. അങ്ങനെയാണ് 3 വാക്യങ്ങൾ. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. എൻ്റെ ചോദ്യം എന്താണെന്നറിയാമോ? എന്തിനാണ് ഈശോ അപ്പോൾ അപ്രത്യക്ഷനായത്? നിങ്ങൾ വിഷ്വലൈസ് ചെയ്തേ. ഇരിക്കുന്നു, അപ്പം മുറിക്കുന്നു. അപ്പം മുറിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് ഈശോയാണ്. ഉടനെ ഹി ജസ്റ്റ് വാനിഷ്ഡ് അവേ. ഈശോ പെട്ടെന്നങ്ങ് മാഞ്ഞുപോയി. എന്നെ ഒരു പോക്കാണത്. എന്തിനാണ് ഈശോ അങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷനായത്? അതിൻ്റെ കാരണം പറയാമോ? ഊഹിച്ചു നോക്കാവോ എന്തിനാണ് ഈശോ അങ്ങനെ അപ്രത്യക്ഷനായതെന്ന്? ഉത്തരം പറയട്ടെ. ഉത്തരം, അപ്പം മുറിച്ചപ്പോൾ അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ കണ്ണ് തുറന്നു. ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ അപ്പം മുറിച്ചപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ, അതോടുകൂടി ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു, ഉടലിൻ്റെ കാലം കഴിഞ്ഞു. ഇനി വരുന്ന തലമുറ, ഇനി വരുന്ന കാലം എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അപ്പത്തിലാണ്, ശരീരം കണ്ടല്ല എന്ന വലിയ പാഠം ഈശോ പഠിപ്പിക്കുകയായിരുന്നു. അതായത് കുർബാനയുടെ പ്രാധാന്യം ഈശോ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ആ പ്രത്യക്ഷമാകൽ വഴി. ശരീരത്തിലല്ല ഇനി ഈശോയെ കാണേണ്ടത്, അപ്പത്തിലാണ്. പ്രിയമുള്ളവരെ, അപ്പത്തിലേക്ക് നമുക്ക് ഓടിയെത്തണം. വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ഓടിയെത്തണം. അതാണ് ഈ കാലഘട്ടത്തിനായി അവൻ സമ്മാനിച്ചിരിക്കുന്ന അവൻ്റെ സാന്നിധ്യം. ആമേൻ.